എന്റെ കണ്ണ് പോലെ ഉണ്ടല്ലേ കറക്റ്റ് ആയിട്ട്. അയ്യോ അത് തന്നെ ചേട്ടന്റെ പോലത്തെ കണ്ണ് തന്നെ. മൂക്കെന്റെയാണ്, ചുണ്ടെന്റെയാണ്, കയ്യെന്റെയാണ്, കാല എന്റെ കൊച്ചെന്റെ തന്നെ അല്ലേ? അല്ല അത് അവിടെ ഉള്ളതുകൊണ്ട് ചോദിച്ചു. നല്ലൊരു ദിവസമായിട്ട് നമ്മുടെ ബേബി ഉറങ്ങിക്കോട്ടോ. ചക്കരയാണേ. കുറച്ച് കഴിഞ്ഞ് വലിയ പാർട്ടി കൂടാനുള്ള കേക്കൊക്കെ മുറിച്ച്. അതെ അതെ അതെ. എന്താണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. കൊച്ചിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഇത്രയും വലിയൊരു ഹോട്ടലിൽ വെച്ച് നടത്താൻ പറ്റിയല്ലോ. പിന്നെ അതന്നെ എനിക്കും ഭയങ്കര സന്തോഷമാണ്. അതന്നെ ചേട്ടൻ എന്താണെങ്കിലും കറക്റ്റ് സമയത്ത് എത്തിയത്. പിന്നെ ഒരു കാര്യം കേട്ടോ, ഇത്രയും വലിയ ഹോട്ടലായതുകൊണ്ട് നമ്മുടെ അയൽവക്കത്തുള്ള അതും ഇതുമായിട്ട് ലോക്കൽ ആൾക്കാരൊന്നും വരത്തില്ല. അതല്ലേ ഞാൻ ഈ ഹോട്ടൽ ബുക്ക് ചെയ്ത്. ഇല്ലെന്നുണ്ട് ഓരോന്നൊക്കെ വലിഞ്ഞു കയറി വരും. ഇപ്പൊ അസുഖം മറ്റു വിഷയങ്ങളൊക്കെ തിന്ന് കൈ കഴുകി അപ്പൊ തന്നെ കുറ്റം പറഞ്ഞിട്ട് ഇറങ്ങി പോകും. പിന്നല്ലാതെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇത്രയും 5 സ്റ്റാർ ഹോട്ടലൊക്കെ വെച്ച് നടത്തുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ആൾക്കാരെ വിളിക്കാൻ പറ്റത്തുള്ളൂ. അളിയനും ടീമുകളൊന്നും വരത്തില്ലല്ലോ. ഉള്ള കാര്യം ഞാൻ ചോദിച്ചത്. അല്ല അത് വരട്ടേന്ന് ചോദിച്ചപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് തന്നെ അറിയാൻ തട്ട് കിട്ടും. ചുമ്മാ ഇവിടെ വന്നിട്ട് വേറൊന്നും പറയാനുള്ള. ഞാൻ 1-2 ബന്ധുക്കാരെ മാത്രമേ വിളിച്ചുള്ളൂ. സ്റ്റാൻഡേർഡ് നമ്മുടെ സ്റ്റാൻഡേർഡിന് പറ്റിയവര്. എന്തിനാ ഒരുപാട് 1-2 വന്നാ മതിയല്ലോ. അങ്ങനെ പറയല്ലേ, എന്റെ ഒരു സന്തോഷമല്ലേ. അതെ ചേട്ടൻ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട്? ഞാൻ ആരെ അധികം വിളിച്ചിട്ട് അറിയില്ല. അച്ഛനും അമ്മയും വിളിക്കും. പിന്നെ വീട്ടുകാരെങ്കിലും വരുമോ? വീട്ടുകാരെ അച്ഛനും അമ്മയും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ കൊണ്ട് കുഴപ്പമില്ല. അവരെ കൊണ്ട് മിണ്ടിക്കൂല്ല ഞാൻ. പിന്നെ കൊള്ളാം. ഇല്ലെങ്കിൽ ഈ 5 സ്റ്റാർ ഹോട്ടലാണെന്ന് പറഞ്ഞ എന്റെ സ്റ്റാൻഡേർഡ് താഴെ പോകും. ഞാൻ പറഞ്ഞിട്ടുണ്ട് മിണ്ടരുന്ന്. ഈ ഏരിയയിൽ വരരുന്ന് പറയണ്ട. ഒരു സൈഡിലും ഇരിക്കുള്ളൂ. പിന്നെയുള്ള എന്റെ ഏക സുഹൃത്ത്, എന്റെ ആത്മാർത്ഥ സുഹൃത്ത്, നിനക്കറിയാലോ എന്റെ കളിക്കൂട്ടുകാരൻ നമ്മുടെ പ്രകാശ്. അത് തന്നെ പ്രകാശം വരും. അതെന്തിനാ വരാതിരിക്കുന്ന? പ്രകാശം ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ ഏത് കോണിലുണ്ടെങ്കിലും പ്രകാശൻ ഓടി വിടും. ഇവിടെ എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു പ്രകാശൻ ഉണ്ടാക്കിയത്. മുടിഞ്ഞ കുടിയായിരുന്നില്ലേ പ്രകാശനോ? വഴി കിടക്കുക, കലങ്ങിന്ന് താഴെ പോവാ, തൂങ്ങിച്ചാവാൻ പോവാ, അങ്ങനെ ഭയങ്കര മാനസികമായി പോയായിരുന്നു. ചെറിയ രീതിയിലൊക്കെ അടിക്കുമായിരുന്നു, എനിക്കറിയാം. പക്ഷെ 24 മണിക്കൂറും വെള്ളത്തിലായിരുന്നു. എന്നിട്ട് പിന്നെ ഭാര്യയും മക്കളും എല്ലാരും കൂടി അവരെ ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. ഭാര്യനെ വീടിന് ചുറ്റും ഓടിച്ചിട്ടൊക്കെ തല്ലിയിരുന്നത്. പ്രകാശ് എന്തുവാടാ ഞാൻ കേൾക്കുന്നത്? അതെ ചേട്ടനുണ്ടായിരുന്നെങ്കിൽ ഇത്രയും പ്രോബ്ലം ഉണ്ടാവില്ലായിരുന്നു. അത് ഭാര്യയും മക്കളും എല്ലാരും കൂടി പിടിച്ച് കെട്ടിയിട്ടിട്ടാണ് ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയി ഇപ്പൊ കുടി നിർത്തി. പ്രകാശനാ കുടി നിർത്തി. അതെന്തോ അത് പറഞ്ഞപ്പോ എന്റെ പ്രകാശന് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഗൾഫിൽ നിന്ന് നല്ലൊരു സ്കോച്ച് വിസ്കി ആയിട്ടാ വന്നത്. ഇനിയിപ്പോ അതാർക്കും കൊടുക്കും. എന്റെ അച്ഛന് കൊടുക്കണം. ഏതാ മരയോന്തിനാ? മരയോന്തോ ഒന്നുമില്ലെങ്കിൽ എന്റെ അച്ഛനല്ലേ. അയാൾ എന്തുവാ വിളിക്കണ്ട? അങ്ങനെ ആ മരയോന്ത് ഒറ്റയ്ക്കിരുന്ന് കൂച്ചുണ്ട്. അത് ഞാൻ കൂച്ചിക്കോളാം കേട്ടാ. അവന് കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഓ ശരി. അതെ പ്രകാശേട്ടൻ വരുമെന്നുള്ളതിന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. വരും എന്നുള്ള കാര്യം എന്താണെന്നറിയോ, ഈ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ മദ്യപാനികൾക്ക് ഒക്കെ ക്ലാസ് എടുക്കാൻ പോവുന്നുണ്ട് പ്രകാശേട്ടൻ. അങ്ങനെ തുടങ്ങിയോ? ഭയങ്കര ദൈവാനുഗ്രഹമുള്ള ഒരു മനുഷ്യനാണ് കേട്ടോ. അപ്പൊ ഒരു തുള്ളി പോലും കുടിക്കൂല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാനൊന്ന് ആഘോഷിക്കാം, അവനുമായിട്ടൊന്ന് ഇരിക്കാം, ഒന്ന് സംസാരിക്കാന്നും പറഞ്ഞാ വന്നത്. അല്ലാതെ നമുക്ക് കേക്കൊക്കെ മുറിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ആഘോഷിക്കാന്നേ. കുടിക്കാൻ നിർബന്ധിക്കൊന്നും വേണ്ട. കാണാൻ കൊതിയായി ശരിക്കും പറഞ്ഞ. ഞാനും അതെ കുറെ നാളെ കുടി നിർത്തിയിട്ട് ശരിക്കും ഒന്നും കണ്ടിട്ടില്ല ഞാനും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ കുടിച്ച് വഴിയിലൊക്കെ കിടക്കണ കാണാറുണ്ട്. ഇതിപ്പോ അങ്ങനെ കാണാൻ പറ്റുന്നില്ല. എന്തായാലും അറബി എനിക്ക് 1 മാസത്തെ ലീവ് തന്നത് കൊണ്ട് മാത്രമാണ് എനിക്കിപ്പോ പ്രകാശനെ കാണാൻ പറ്റിയത്. നമുക്ക് ഇതേപോലെ ഒരു ഫംഗ്ഷൻ നടത്താനും പറ്റിയത്. എന്ത് പറഞ്ഞിട്ടാ ലീവ് കിട്ടിയത്? അല്ല അത് കല്ലിന്റെ കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടാ നമുക്ക് ലീവ് തന്നത്. കല്ലോ? അയ്യോ നിങ്ങൾ ഡയമണ്ട് വല്ലതും കടത്താൻ തുടങ്ങിയോ? കള്ളക്കടത്ത്, സ്മഗ്ലിംഗ്. അയ്യോ സ്മഗ്ലിംഗ് അല്ലെന്ന്, പിന്നെ ഈ ഓപ്പറേഷൻ സംഭവമില്ലേ? ഇതൊക്കെ ഒരു ഓപ്പറേഷൻ തന്നെ. എനിക്ക് കാണണ്ടായി കള്ളക്കടത്തുകാരനെ. എന്റെ കുടുംബത്തെ ആരും ഇതുവരെ കള്ളക്കടത്ത് നടത്തിയിട്ടില്ല. കുടിച്ച് വഴി കിടക്കുന്ന പറഞ്ഞ് കള്ളക്കടത്ത് നടത്തേണ്ട കാര്യമുണ്ടോ? കൊച്ചു കേൾക്കും. അത് ഇങ്ങനെ നല്ല ദിവസമായിട്ട് ബഹളം വെക്കാതെ ആ ഓപ്പറേഷന്റെ കാര്യം സ്മഗ്ലിംഗ് ഒന്നും അല്ലെന്ന്. പിന്നെ എനിക്ക് മൂത്രത്തിൽ കല്ലുണ്ട്. അയ്യേ എന്നോട് പറഞ്ഞില്ലായിരുന്നല്ലോ. അതെങ്ങനെ പറയാനുള്ള സമയം കിട്ടണ്ടേ? മൂത്രം ഒഴിക്കാനുള്ള ടൈം കിട്ടിയിട്ട് വേണ്ട മൂത്രത്തിൽ കല്ലുള്ള കാര്യം പറയാൻ. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ വന്നു കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് അത് റെസ്റ്റ് എടുത്ത് ക്ലിയർ ചെയ്ത് വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ അറബി നേരിട്ട് വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ലീവ് കിട്ടിയത്. ഈ 1 മാസം കൊണ്ട് മൂത്രത്തിൽ കല്ലും എടുത്ത് റെസ്റ്റ് ചെയ്തിട്ട് വേണം എനിക്ക് തിരിച്ചു പോകാൻ. ഓപ്പറേഷൻ കഴിഞ്ഞ് എല്ലായിടത്തും കിടന്നിട്ട് റെസ്റ്റ് ചെയ്തിട്ട് പോകാനാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു എനിക്ക്. കുഴപ്പമില്ല, ഒരാഴ്ച ഞാൻ ലീവ് നീട്ടാം. ഇതുപോലെ ഒരെണ്ണം കൂടെ തന്നിട്ടേ പോകുള്ളൂ. പ്രകാശം വന്നു തോന്നണേ. ഇത് വണ്ടിയുടെ സൗണ്ട് കേട്ടോ. അല്ലല്ല അയ്യോ അച്ഛാ എന്ത് പരിപാടിയായി കാണിച്ചേ? നല്ലൊരു ദിവസമായിട്ട് അച്ഛന്റെ കൊച്ചുമോന്റെ ബർത്ത്ഡേ ആണോ നടക്കുന്നത്? അത് ആദ്യത്തെ ബർത്ത്ഡേയാ. എത്ര ആശിച്ചിരുന്ന് ഉണ്ടായ പൊന്നോമനയാ.
എന്നിട്ട് ഈ നേരത്താണോ കയറി വരുന്ന ഒരു ഫംഗ്ഷന്? എടി നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ അച്ഛൻ ഒരു റിട്ടയർഡ് പട്ടാളക്കാരനാണ്, അങ്ങനെ ചില ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഉണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർപ്പിക്കണ്ട, ഞാൻ ജനിക്കുന്ന കാലം തൊട്ട് നിങ്ങൾ പട്ടാളത്തിലായിരുന്നല്ലോ. എടി നിന്റെ പൊന്നുപോന് വേണ്ടിയിട്ട് ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വരവ് അതാ താമസിച്ചത്. അയ്യോ, അമ്പലത്തിൽ പോവുക ചെയ്തു? ഏത് അമ്പലത്തിലാ അച്ഛാ? ഞങ്ങൾ പട്ടാളക്കാർ പോകുന്ന ഒരേ ഒരു അമ്പലം. അതേത് അമ്പലം? മേജർ മഹാദേവ ക്ഷേത്രം. അവിടെ പോയി ഒരു മേജർ സെറ്റ് കഥകളിയും കണ്ടോട്ടാ ഇങ്ങോട്ട് വരുന്നത്. എന്തോ ഒരു മണം വരുന്നല്ലോ. എന്താ ശരിയുണ്ട്, ചെറിയ സ്മെല്ലുണ്ട് കേട്ടോ. എന്റെ മുഖത്ത് നോക്കി സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ഒരു കാര്യം നിങ്ങൾ കള്ള നാക്കടുത്ത കള്ളത്തരെ ഞാൻ ചോദിക്കാം രാജാവാ. എനിക്കറിയാം കള്ളത്തരം പറഞ്ഞ. നല്ലൊരു ദിവസമായിട്ട് ഇതുപോലെ സ്റ്റാൻഡേർഡിലൊരു ഹോട്ടലിൽ കയറി വന്നത് കുടിച്ചിട്ടാണോ അച്ഛൻ വന്നേക്കുന്നേ? രണ്ടെണ്ണം എനിക്ക് തോന്നി ഈ വന്ന് മണത്ത് പിടിച്ച് ഇവിടെ വന്നപ്പോഴേ തോന്നി. ഏതാ കഴിച്ചത്? പറ, സത്യം പറ. ഞങ്ങളുടെ പട്ടാളക്കാർ കഴിക്കുന്ന സാധനം തന്നെ. ഏത്? ജവാൻ. ഓ, ഞാൻ വിളിച്ചപ്പോ തന്നെ പറഞ്ഞിരുന്നതാ ഇങ്ങനെയൊന്നും വരരുതെന്ന്, കൂറായിട്ട് വരരുത്. സന്തോഷത്തിന് രണ്ട് പേർക്ക് വെറും വീട്ടിലടിച്ചു. ഇനിയിപ്പോ എന്താണ് കുഴപ്പം? അത് തന്നെയല്ല, പ്രകാശ് ചേട്ടൻ വരുന്നുണ്ട്, ചേട്ടന്റെ കൂട്ടുകാരൻ. പ്രകാശൻ? പ്രകാശം വന്ന് എന്റെ മൂക്കി കയറ്റുവോ? എന്റെ കൊച്ചുമോന്റെ പിറന്നാളിന് ഞാൻ രണ്ട് പേർക്ക് അടിച്ചു. ഇവിടെ എന്താണ് കുഴപ്പം? എന്റെ പ്രകാശനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞാലുണ്ടല്ലോ, എന്റെ കളിക്കൂട്ടുകാരനാണ്. പ്രകാശം വന്നാൽ ഈ ഫംഗ്ഷൻ നടക്കത്തുള്ളൂ. ഞാൻ ഇവിടെ ഇറങ്ങണമെന്നാണ് നിങ്ങൾ പറയണത്. ഇറങ്ങണമെന്നും പറഞ്ഞില്ല. നിനക്ക് പ്രകാശനാണ് വലുത്, ഞാനാണ് വലുത്? എനിക്ക് പ്രകാശന വലുത്. ചേട്ടൻ പറയണ മാതിരി ഞാൻ കേൾക്കത്തുള്ളൂ. ചെയ്യൂന്ന് പറ. പ്രകാശൻ എന്ത് വിചാരിക്കും? അതിനെ വലിച്ച് താഴെ ഇട്. ഉറങ്ങട്ടെ. ഈ വണ്ടി വന്ന് കേട്ട പ്രകാശനാന്ന് തോന്നുന്നു. കൊച്ചിനെടുക്കാൻ മറന്നുപോലെ. നിങ്ങൾ എന്ത് വാവളന്ന് അങ്ങോട്ട് പോ. എങ്ങോട്ട് പോയ? എവിടെ നിന്നിട്ട് എന്താ? എന്റെ പൊന്നെ ഉള്ള ജവാല് പിടിച്ച് ഇതെന്തുവാ കാണിക്കണത്? പ്രകാശനെ കാണാലോ. പ്രകാശൻ ഒരു മിനിറ്റ് ശ്രദ്ധിക്കണേ. ഇത് വെച്ചോ. ചെവി വെക്കണ വേണ്ട, പ്രകാശ, നീ വന്നു, ഇതൊക്കെ ചെയ്തു, അർച്ചനയൊക്കെ നടത്തി, അതൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ നിന്നോട് പിണക്കാം. അതിനാണ് നീ എന്നോട് പിണങ്ങണത്? ഒന്നുമല്ല പ്രകാശം, ഞാൻ വന്നിട്ട് എത്ര ദിവസം, നീ ഇപ്പോഴല്ലേ ഇങ്ങോട്ട് കയറി വന്നത്? നേരത്തെ വരേണ്ട ഒരാളാണ്. ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോ, അത് എന്റെ മോന്റെ ചടങ്ങ് നടക്കുമ്പോ. എടാ, എന്റെ തിരക്കുകൾ നിനക്ക് അറിഞ്ഞൂടാണ്ടാണ്. എനിക്ക് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞായിരുന്നു. അല്ല, ഏകദേശമൊക്കെ പിടികിട്ടി. എന്നാലും നീ എന്റെ ചടങ്ങിന് താമസിച്ച് വരാൻ പാടില്ല, അതാണ്. എടാ, ഒരു ദിവസം എനിക്ക് എത്ര ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുണ്ട്. ആണല്ലേ? എത്ര സ്റ്റുഡൻസ് ആണ് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണേന്ന് അറിയാമോ? ഒരു മിനിറ്റ്. അതേ കോള് പറഞ്ഞു. ഹലോ, സുര പിന്നെയും മദ്യപിച്ചോ? ഒരു കാര്യം ചെയ്ത് നിങ്ങൾ അവൻ്റെ കൈയും കാലം തല്ലി ഓടിക്കും. എന്നിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടോ. ബാക്കി ആരും ഞാനേറ്റ്. ഞാൻ വൈകിട്ട് അങ്ങോട്ട് വരാം. ശരി. ഇത് ആരുടെ കൈയും കാലം തല്ലി ഓടിക്കാനൊക്കെ പറയണേ? എടാ, ഇത്രയും ക്ലാസ്സുകൾ കൊടുത്തിട്ട് 6 മാസം മദ്യപിക്കാതിരുന്ന്, എന്നിട്ട് ഇന്ന് രാവിലെ ഞാൻ ഇറങ്ങിയ തക്കത്തിന് അവൻ കയറി മദ്യപിച്ചു. അവനെ വെറുതെ വിടാൻ പാടുണ്ടോ? എന്തിനാ ഇത്തരം കഠിന? പാടില്ല. അതൊന്നും ചെയ്യാൻ പാടില്ല. മദ്യപാനം എന്നൊക്കെ പറയുന്ന ഓരോരുത്തരുടെ ഒരു എടാ, അതിന്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിച്ച് മനസ്സിലാക്കിയ ഒരു മനുഷ്യനാണ് ഞാൻ. അതല്ല, വല്ലപ്പോഴും കുടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. വല്ലപ്പോഴല്ല, ഒരിക്കലും അത് കുടിക്കാൻ പാടില്ല. മദ്യം അത് ശരീരത്തിന് ഹാനികരമാണ്. മനുഷ്യ ശരീരത്തിന് പറ്റിയ സാധനമല്ല മദ്യം. അതെ. എന്താ പ്രകാശേട്ടാ? നീ മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല, അതെ, ഞാൻ കഴിച്ചിട്ടില്ല. ഇനി കൊച്ചിന്റെ ബർത്ത്ഡേ ആയിട്ട് വൈൻ എന്തെങ്കിലും? ഞാൻ കഴിക്കാറില്ലല്ലോ. ഇനി കഴിക്കില്ല. എന്നാലും എനിക്ക് അപ്പുറത്തൊരു പാഴ് നിപ്പുണ്ട്, അതാണ് സംഭവം. ഹലോ മിസ്റ്റർ, ഇവിടെ നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എടാ, കണ്ടംപൂച്ച വാ തുറന്നൊന്ന് പറ, കുടിച്ചിട്ടുണ്ടെങ്കിൽ. 2 എണ്ണം. Get out! Out! മദ്യപിച്ചിട്ട് ഇവിടെ നിൽക്കാൻ പാടില്ല ഒരാളും. ഒരു കുഞ്ഞിന്റെ ഫംഗ്ഷനാണ്. നിങ്ങൾ അവന്റെ അപ്പൂപ്പനല്ലേ? നിങ്ങൾക്ക് എങ്ങനെ തോന്നി മദ്യപിച്ചിട്ട് ഇങ്ങോട്ട് വരാനായിട്ട്? ഒരു സന്തോഷത്തിന്. Get out! പ്രകാശം പറഞ്ഞ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഇറങ്ങിപ്പോണം. മിനി ഇതിനകത്തൊന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. നോ എക്സ്ക്യൂസസ്. ഇല്ല, എന്റെ അച്ഛനൊക്കെ ഇറക്കി വിടരുത്. ഒന്ന് ഇറങ്ങി പോകാൻ പാടില്ലേ നിങ്ങൾക്ക്? മോള് മിണ്ടാണ്ടിരുന്നോളാം, മനുഷ്യനെ നാണം കെടുത്താൻ. നിന്നെ 10 മാസം ചുമന്ന് പ്രസവിച്ചതാണ്. അമ്മയല്ലേ പ്രസവിച്ചത്? അച്ഛൻ എന്താ ചെയ്ത്? ഞാൻ ഇല്ലാതെ നീ എങ്ങനെ ഉണ്ടായി?
എങ്ങനെ ഉണ്ടായി അച്ഛനൊന്ന് ഇറങ്ങിപ്പോക്കേ ഞാൻ ഈ ഫംഗ്ഷൻ മര്യാദ പോണ് ഞാൻ അപ്പോഴേ പറഞ്ഞ കണ്ട ജവാനൊക്കെ അടിച്ചോണ്ട് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞായിരുന്നു. പ്രകാശം ഒന്നും തോന്നല്ലേ ഇവളുടെ വിവരമില്ലാത്ത തന്ത ആയതുകൊണ്ടാണ്. എടാ വേറൊന്നുമല്ല, എനിക്ക് മദ്യമെന്ന് കേട്ട് കഴിഞ്ഞാൽ എനിക്കിപ്പോ അലർജിയാണ്. ഒരു തുള്ളി കഴിക്കൂല. അയ്യോ ഇല്ലല്ലോ. എനിക്ക് എന്ത് സന്തോഷാന്നറിയ പ്രകാശേട്ടൻ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും വെള്ളം അടിച്ച് കൂറായിട്ട് മക്കളും ഒക്കെ തല്ലി റോട്ടി കിടക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണെങ്കിൽ എനിക്ക് സന്തോഷമായി ഏട്ടാ, ചേട്ടൻ വരുകയും ചെയ്തല്ലോ. അതൊക്കെ ഒരിക്കലും ഓർമ്മിക്കപ്പെടാൻ ആഗ്രഹിക്കാത്തൊരു കാലഘട്ടം. അതെ അതെ, ഒരു മനുഷ്യനും ഇതുപോലെ മാറുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കണ്ട എന്റെ മോനെ കണ്ടായിരുന്നു നീ? എവിടെ ഞാനൊന്ന് കാണട്ടെ. പ്രകാശനെ എടുക്കട്ടെ, അവന് ഉറക്കം നല്ല ഉറക്കം കേട്ടാ. രാത്രിയിൽ ഒരു തുള്ളി ഉറക്കിയിട്ടില്ല. ഉണ്ണിക്കുട്ടാ 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 ഉണരും. അവനെ ആണോ? നല്ല ഉറക്കത്തിലാണ്. നല്ല ഉറക്കത്തില്ല, എന്നിട്ട് പോലും എണീറ്റില്ല. അച്ഛന്റെ സ്വഭാവം തന്നെയാ. വീണയുടെ മെഷീൻ ലോകം ഉറക്കത്തിൽ പിന്നെ ആര് അയ്യോ ഇവന് ഉറക്കത്തിന്റെ അതല്ലേ, ഇവന് ഉറക്കത്തിന്റെ ആശാനല്ലേ ഇവൻ. അപ്പൊ എന്തൊക്കെയാ നമ്മുടെ പരിപാടി? എന്തൊക്കെ പരിപാടി എന്ന് പറഞ്ഞാൽ ഗംഭീര പരിപാടിയാണ് നമ്മുടെ ഈ പറയുന്ന ബർത്ത്ഡേ ഫംഗ്ഷൻ. അറിയാലോ, 1 വയസ്സിന്റെയാണ്. നീ ഗംഭീരാക്കി തരണം. ഞാൻ അതിനല്ലേ വന്നേക്കണത്. നീയാണ് ഞങ്ങളുടെ മെയിൻ ഗസ്റ്റ്. എടാ നീ ധൈര്യമായിട്ടിരിക്കേ. നിന്റെ ഓർമ്മയിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു ദിവസം ഈ ഞാൻ നിനക്ക് സമ്മാനിച്ചിരിക്കും. അറിയാലോ, പ്രകാശന്റെ ഒരു കാര്യം ഏറ്റാൽ അത് ഏറ്റതാണ്. ഓക്കെയാണ്, അതെനിക്കറിയാം. പ്രകാശനെയാണല്ലോ നമുക്ക് വിശ്വാസം. ഒരു മിനിറ്റ്. അയ്യോ, അറബി വിളിക്കുന്ന അവിടെ നിന്ന്. നമ്മുടെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ശരി ശരി ശരി.